നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാവക്കാട് നഗരസഭയുടെ മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക വനിതാ മന്ദിരം കെട്ടിടത്തിൽ ശുചിമുറി മാലിന്യം കെട്ടിക്കിടക്കുന്നതായി പരാതി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിൽ പ്രദേശവാസികൾ. കുന്നംകുളം നഗരസഭയെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന IRTCയുമായുള്ള കരാർ 1 വർഷത്തേക്ക് പുതുക്കി. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പിനെ തുടർന്ന് വോട്ടിനിട്ടാണ് ഇത് സംബന്ധിച്ച അജണ്ട നഗരസഭാ കൌൺസിൽ യോഗം അംഗീകരിച്ചത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അഞ്ചുകണ്ണി റോഡിന്റെയും നെല്ലുവായ് പതിയാരം കുന്നത്തേരി തടയണയുടെയും ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. വാർത്തകൾ വിശദമായി. ചാവക്കാട് നഗരസഭയുടെ മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക വനിതാ മന്ദിരം കെട്ടിടത്തിൽ ശുചിമുറി മാലിന്യം കെട്ടിക്കിടക്കുന്നതായി പരാതി. പരിസരവാസികൾ ദുരിതത്തിൽ. മുതുവട്ടൂർ ബാലാമണിയമ്മ മന്ദിരത്തിലെ ഷീ സ്റ്റേയിൽ നിന്നും ശുചിമുറി മാലിന്യവും ജനകീയ ഹോട്ടലിലെ ഭക്ഷണപദാർത്ഥങ്ങളുടെ മാലിന്യവുമാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നത്. പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. മാലിന്യത്തിൽ നിറയെ പുഴുക്കളുമുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. സമീപത്തെ കുടിവെള്ള ടാങ്കുകൾക്ക് പുറകുവശത്തും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ച നിലയിലാണ്. വിവരമറിഞ്ഞ് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരായ KV സത്താർ, ബേബി ഫ്രാൻസിസ്, നേതാക്കളായ അബ്ദുൾ ജലീൽ, ജമാൽ താമരത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നഗരസഭ മാസ്റ്റർ ക്ലീനിംഗ് നടത്തുന്നത് സ്വകാര്യ സ്ഥലങ്ങളിലാണ്. എന്നാൽ സ്വന്തം സ്ഥാപനങ്ങളിൽ തന്നെ മാസ്റ്റർ ക്ലീനിംഗ് ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. വൃത്തിഹീനമായ ഒരു പ്രദേശത്താണ് ജനങ്ങൾ തിങ്ങി പാർക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഗുരുതരമായ ആരോഗ്യം പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമായി ഇപ്പോൾ ഈ പ്രദേശം ബാലാമണി മന്ദിരം പ്രദേശം മാറുകയാണ്. സെപ്റ്റിക് മാലിന്യം തൊട്ട് ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളുടെ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ചാവക്കാട് നഗരസഭ. DMCയുടെ കീഴിലുള്ള ബീച്ചിൽ ക്ലീനിങ് നടക്കുമ്പോൾ സ്വന്തം സ്ഥാപനങ്ങളുടെ അവസ്ഥയാണ് ഈ നിരത്തിൽ കാണുന്നത്. അടിയന്തരമായി ആരോഗ്യ വകുപ്പും നഗരസഭയും ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടനയ്ക്ക് വരെ പരാതി കൊടുത്ത് ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പരാതികളുമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടും നഗരസഭയ്ക്ക് മൗനമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സത്താർ കൂട്ടിച്ചേർത്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് സന്ദേശം നൽകുന്ന നഗരസഭയിൽ തന്നെ ജീവനക്കാരും അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതെന്നും ഇത് ഗൗരവമായി പരിഗണിക്കണമെന്നും കൗൺസിലർ ബേബി ഫ്രാൻസിസ് പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ അഞ്ചുകണ്ണി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ MM സലിമിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ഡിവിഷൻ മെമ്പർ MM സലീം, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, മാഗി അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ ലൈബ്രറിയും ഹരിത ബുക്സും സംയുക്തമായി ഗ്രാമീണ സാഹിത്യോത്സവവും ആദര സദസ്സും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 4 പ്രധാനമന്ത്രിമാരുടെ കാലത്ത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ ഭരണമുഖത്തിന്റെ നിയമമുഖമായ പ്രശസ്തനായ അഡ്വക്കേറ്റ് പാഴൂർ ദാമോദരൻ, അക്ബർ ആലിക്കര എന്നിവരെ മന്ത്രി ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. ഗ്രാമത്തിലെ മറ്റ് എഴുത്തുകാർക്കും മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചാലിശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിച്ചു. കഥയരങ്ങ്, കവിയരങ്ങ്, ഗ്രാമത്തിലെ എഴുത്തുകാരുടെ പുസ്തക പ്രദർശനം എന്നിവയും ഉണ്ടായി. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, പ്രതാപൻ തായാട്ട, EK മണികണ്ഠൻ, KK പ്രഭാകരൻ, PB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി ജന്മനാട് നൽകിയ ആദരവിന് നന്ദി പറഞ്ഞു.
ദീർഘകാലത്തൊരു ബന്ധമാണ്. അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് താമസമാക്കി ഡൽഹിയിൽ അത് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ ഇത്രയൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അറിയാതിരുന്നൊരു കാര്യം ഈ നാട്ടുകാരനാണെന്ന് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയിട്ടുള്ളത് കളവർക്കാരനായിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരനാണ്. ഡൽഹിയിലായിരുന്നു ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചത്. ഇപ്പൊ തൃശ്ശൂരിൽ താമസിക്കുന്നു. അപ്പോ അത് ഈയിടെയാണ്. ഇപ്പോഴും ഇന്നല്ലാതെ ഈയിടെയായിട്ട് ചില വാട്സാപ്പിലുമൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അദ്ദേഹം ചാലിശ്ശേരിയാണ് യഥാർത്ഥത്തിൽ ജന്മനാട് എന്ന് പരമേശ്വരത്തിന്റെ ജന്മനാട് ഇവിടെയാണ് എന്ന് അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചത് ഉചിതമായി ചൈതന്യ വായനശാലയിൽ. ജനാധിപത്യ പ്രക്രിയയിൽ ശക്തമായി നിൽക്കുന്നു എന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം ടി കെ വാസു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആദരണീയം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും നടന്നുവരികയാണ്. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോലും പുതിയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്ന സമയത്ത് തയ്യാറായില്ല എന്ന ചരിത്രം പുതിയ കാലത്ത് നമ്മുടെ മുന്നിൽ വരികയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രം ചർച്ച ചെയ്ത് ഒരു നയരൂപീകരണം നടത്തേണ്ടതല്ല. ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ് അത്. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളുടെ ജനപ്രാതിനിധ്യ സഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന അപകടം നിലനിൽക്കുകയാണെന്നും ഇത് രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയാണെന്നും വാസു കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രം ചർച്ച ചെയ്ത് ഒരു നയരൂപീകരണം നടത്തേണ്ടതല്ല. അത് ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ്. അത് നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളുടെ ജനപ്രാതിനിധ്യ സഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്ന അപകടം നിലനിൽക്കുക. വായനശാലാങ്കണത്തിലെ കെ കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സാഹിത്യകാരൻ രജിതൻ മാസ്റ്റർ, വായനശാല സെക്രട്ടറി VD ബിജു എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വായനോത്സവം വിജയികൾക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂക്കള മത്സര വിജയികൾക്കും വനിതാവേദി സർഗോത്സവത്തിൽ പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല മുൻ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായം ചടങ്ങിൽ കൈമാറി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നെല്ലുവായ് പതിയാരം കുന്നത്തേരി തടയണയുടെ ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 2 ഘട്ടങ്ങളിലായാണ് തടയണയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 100ഓളം കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കുന്നതിന് പദ്ധതി ഉപകരിക്കും. ഇതോടനുബന്ധിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, അജയൻ, കർഷകരായ റിന്നി, സെയ്ദ് മുഹമ്മദ്, മോഹനൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു. CCTV രജത ജൂബിലി ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. CCTV കുടുംബസംഗമം, പൊതുസമ്മേളനം, കലാപരിപാടികൾ, മെഗാ ഷോ എന്നിവയാണ് 25ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും ഒരേ മനസ്സാണെന്ന് AICC അംഗം അനിൽ അക്കര. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാനിഷാദ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ജനതയ്ക്ക് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന നെതന്യാഹുവിനും വർഗീയ വിഷം ചീറ്റുന്ന നരേന്ദ്രമോദിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും അനിൽ അക്കര അഭിപ്രായപ്പെട്ടു. മുല്ലശ്ശേരിയിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, KPCC അംഗം CI സെബാസ്റ്റ്യൻ, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ PK രാജൻ, KK ബാബു, സിജു പാവർട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ MB സെയ്ദ് മുഹമ്മദ്, BV ജോയ്, സുശീൽ ഗോപാൽ, NA നൌഷാദ്, KP വിവേകൻ, NK സുലൈമാൻ, ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി.
കോട്ടപ്പടി ഫാത്തിമ മാതാവിന്റെ കുരിശുപള്ളിയിൽ ഗ്രേസ് മ്യൂസിക് ബാൻഡ് വഴിപാട് മേളം അവതരിപ്പിച്ചു. ബാൻഡ് മാസ്റ്റർ ഷിജു ശ്രുതിലയ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഷിജു മാസ്റ്ററിനെ കോട്ടപ്പടി സ്റ്റോറീസ് വൈസ് പ്രസിഡന്റ് KL ലെൻസൺ, ബാൻഡ് ലോകത്തെ ഏക വൈദികൻ ഫാദർ നിബിൻ വിൻസെന്റ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് 1 മണിക്കൂർ നീണ്ടുനിന്ന വഴിപാട് മേളം അരങ്ങേറി. കേരളത്തിലെ വൈദികൻ നയിക്കുന്ന ഏക ടീമാണ് അച്ഛനും പിള്ളേരും എന്നറിയപ്പെടുന്ന ഗ്രേസ് മ്യൂസിക് ബാൻഡ് തിരുവനന്തപുരം. കോട്ടപ്പടി സ്റ്റോറീസ് സംഘങ്ങൾ നേതൃത്വം നൽകി. കുരുത്തോല അലങ്കാരത്തിൽ തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് നവനീത് ചേരൂർ. കരവിരുതിന്റെ പച്ചപ്പൊരുക്കുന്ന നാരായണൻകുട്ടിയാണ് നവനീതിന്റെ സാരഥി. ചടങ്ങുകളിൽ ഹരിതചട്ടങ്ങൾ നിർബന്ധമുള്ള ഇക്കാലത്ത് കുരുത്തോലയിൽ അതിശയിപ്പിക്കുന്ന അലങ്കാരങ്ങൾ ഒരുക്കും നാരായണൻകുട്ടി. ഈ രംഗത്ത് ഇദ്ദേഹം എത്തിയിട്ട് 2.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചത്. മുൻപ് വയറിംഗ് തൊഴിലാളിയായിരുന്നു. ചെറുപ്പത്തിൽ കളിയായി സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്ന പരിചയം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ പിൻബലമായിട്ട്. എന്നാൽ ഇന്ന് ഇത് ഒരു സ്വയം തൊഴിലായി നാരായണൻകുട്ടിയുടെ അന്നമായി മാറി. കഴിഞ്ഞ ദിവസം നടന്ന CCTVയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ കുരുത്തോല അലങ്കാരവും വാഴപ്പോളകളിലെ 25 ചിരാതുകൾ മനോഹരമായി സജ്ജീകരിച്ചതും ഇദ്ദേഹമാണ്. തൃശൂരിൽ നടന്ന 56ാമത് സംസ്ഥാന കലോത്സവം, വിവിധ പൂരങ്ങൾ, നവരാത്രി ആഘോഷങ്ങൾ എന്നുവേണ്ട വിവാഹവും മറ്റ് വലിയ ആഘോഷങ്ങളിലുമെല്ലാം നാരായണൻകുട്ടിയുടെ കരസ്പർശം കാണാം. സഹായത്തിന് ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് വലിയ ഇവന്റുകൾ വരെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ രംഗത്ത് ആളെ കിട്ടാത്തതാണ് പ്രധാന കാരണം. ഒരു തൊഴിൽ എന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. അലങ്കാര വസ്തുക്കൾ കാണുമ്പോൾ പലർക്കും ഇഷ്ടമാണെങ്കിലും ഒരു തൊഴിലായി പലരും സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നത് വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാൽ പ്രായം അനുവദിക്കുന്ന കാലത്തോളം പച്ചപ്പിൽ വിസ്മയം തീർക്കുമെന്ന തീർച്ചയിലാണ് ഇദ്ദേഹം. പുന്നേർകുളം കുന്നത്തൂർ വയോമിത്ര ക്ലബ്ബ് ലോക വയോജന ദിനം ആചരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന സമ്മേളനം സാംസ്കാരിക പ്രവർത്തകനും നാടകരചയിതാവുമായ മോഹൻ ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. P ഗോപാലൻ, ഉമ്മർ അറയ്ക്കൽ, K വേണുഗോപാൽ, VK ജോർജ്, PL ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വയോമിത്ര ക്ലബ്ബ് അംഗങ്ങളും അസോസിയേഷൻ കുടുംബവും സഹകരിച്ച് നടത്തിയ വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി 2 ദിവസങ്ങളിലായി നടത്തിയ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ ക്യാപ്റ്റനും KB ജയൻ മാനേജറും CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ വൈസ് ക്യാപ്റ്റനുമായി കടവല്ലൂർ വടക്കുംമുറി സെന്ററിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റ ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. KM മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, മുഹമ്മദ് ഹാഷിം, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ സംസാരിച്ചു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിച്ച ഏകദിന അഭിനയ പരിശീലന കളരി ഭാവരസ ഏറെ പുതുമകളുള്ള അനുഭവമായി. 2014 മുതൽ നാടക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനകം 50ഓളം നാടകങ്ങൾ വേദിയിലെത്തിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ അഭിനയ പരിശീലന പരിപാടികളും തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ പുതിയ നാടക പരിശീലന പദ്ധതിയാണ് ഭാവരസ. കന്നഡ നാടകരംഗത്ത് സജീവമായ ബാംഗ്ലൂരിലെ ജോ ആക്ട് തിയേറ്റർ ഗ്രൂപ്പ് കൂനമുച്ചി കലയുമായി സഹകരിച്ചാണ് ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഭാവരസ നാടക പരിശീലന പദ്ധതി സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത നാടകാചാര്യൻ ഇഗ്ജിനിയോ ബാർബയുടെ ശിഷ്യനായ ജോസഫ് ജോൺ നയിച്ച ഏകദിന അഭിനയ പരിശീലനത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30ഓളം പേർ പങ്കെടുത്തു. നമ്മുടെ കർണാടക തിയേറ്ററിലുള്ള ആൾക്കാർ, മലയാളം തിയേറ്ററിലുള്ള ആൾക്കാർ പൊതുവേ നമ്മൾ യൂറോപ്യൻ നോക്കുകളാണ്. നമ്മൾ
യൂറോപ്യൻ തിയേറ്ററാണ് നോക്കി പഠിക്കണം നമ്മൾ. യൂറോപ്യൻ ഗ്രൊട്ടോസ്കി, സ്റ്റാനിസ്ലാസ്കി, എത്രയോ പേര് നമ്മൾ കണ്ട് അവരുടെ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മലയാള തിയേറ്ററിലോ കർണാടക തിയേറ്ററിലോ ഉൾപ്പെടുത്തി ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്റർ കൺസെപ്റ്റുണ്ട്. നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ നാട്യശാസ്ത്രത്തിലും നമ്മുടെ ഫോക്ക് ട്രഡീഷനിലും വളരെ വ്യക്തമായിട്ട് അവർ ആചാര്യന്മാരെ കുറിച്ച് വെച്ചിട്ടുണ്ട്, അവർ പ്രാക്ടീസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു സമ്പ്രദായമാണ് എടുത്തിട്ട് എൻ്റെ ബേസിക്കലി കർണാടകത്തിലുള്ള ആക്ടേഴ്സിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വന്നത്. നാട്യശാസ്ത്രത്തെ അവലംബിച്ച് തയ്യാറാക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചാണ് ഭാവരസയുടെ ആദ്യ ചാപ്റ്റർ പരിശീലകനായ ജോസഫ് ജോൺ അവതരിപ്പിച്ചത്. ഇത് ഒരു 2 മാസമായിട്ടുള്ള കുഞ്ഞായിട്ട് കളിപ്പിക്കണം ഈ ബോട്ടിൽ. അപ്പം ആരുടെയും ബോട്ടിൽ വരുന്നോ ആ കുഞ്ഞിനെ നിങ്ങൾ താരാട്ട് പാടണം, ഇങ്ങനെ കളിക്കണം. സഭയിലേക്ക് ക്യാമ്പംഗങ്ങളുടെ ഉള്ളിലെ സർഗാത്മക ഉണർത്തുന്ന രീതിയിലുള്ള പരിശീലനം തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നുവെന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സമാപന ചടങ്ങിൽ തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി. ഇതുവരെ നെമനങ്ങാട് തിയേറ്റർ വില്ലേജ് നടത്തി വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം വിജയകരമായിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ വിജയമായിരുന്നു എന്ന് പറയാൻ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അടുത്തത് 17, 18, 19 തീയതികളിൽ നമ്മൾ വീണ്ടും അതിനുള്ള ഒരുക്കങ്ങളിലാണ്. കൂനമുച്ചി കലാ സെക്രട്ടറി TV ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു തുടക്കമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഈ തിയേറ്റർ വില്ലേജുമായി നടത്തുന്ന ഈ സംരംഭം. തിയേറ്റർ വില്ലേജിൻ്റെ ഈ കലയുമായി സഹകരിച്ച ഇത്തരം സംവിധാനങ്ങളും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടർന്നും നടത്തുന്നതിന് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകുകയാണ്. ഇത് ആദ്യത്തെ അധ്യായമാണ്. അടുത്ത അധ്യായങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ പദ്ധതികൾക്കും ഇത്തരം വേദികൾക്കും എല്ലാവിധ പിന്തുണയും കല അറിയിക്കുകയും ചെയ്യുന്നു. സെക്രട്ടറി പ്രദീപ് നാരായണൻ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സത്യൻ കണ്ടാണശ്ശേരി, തിയേറ്റർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി സുനിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ ക്യാമ്പംഗങ്ങൾക്ക് വേണ്ടി രാജൻ പുഷ്പാഞ്ജലി ജോസഫ് ജോണിനെ ആദരിച്ചു. ആളൂർ നാട്ടുകൂട്ടം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങൾ ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകുന്ന ക്ലോത്ത് ബാങ്കിലേക്ക് വിതരണം ചെയ്തു. ഡേവിസ് ചിറമലച്ചന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് എന്ന ചാരിറ്റി സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയുടെ ഭാഗമായാണ് വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകിയത്. ആളൂർ നാട്ടുകൂട്ടം ഭാരവാഹികളായ സിംസൺ കൂത്തൂർ, AK ഷാജു, ഫ്രേഗി ഫ്രാൻസിസ് എന്നിവരുടെയും മറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ കുറുമാലിലുള്ള ഓഫീസിലെത്തി ഏൽപ്പിച്ചു. ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം ധരിക്കാതെയും ആരും കഷ്ടപ്പെടരുതെന്ന വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫാദർ ഡേവിസ് ചിറമൽ ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് ആശയം നടപ്പിലാക്കിയത്. ചാലിശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി പൂജയും വിജയദശമി പൂജയും നടന്നു. പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. പ്രദീപ് ചെറുവാശ്ശേരി കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. കൂട്ടുപ്രസാദ വിതരണവും ഉണ്ടായി. വാദിപ്രേമികൾക്ക് ആസ്വാദന ലഹരിയും ആവേശവും സമ്മാനിച്ച് കണ്ണന്റെ തിരുമുമ്പിൽ വാദിപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ തായമ്പക. വിജയദശമി ദിനത്തിലെ ശ്രീകൃഷ്ണഭവൻ വിളക്കിനോടനുബന്ധിച്ച് ഗുരുവായൂർ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലാണ് വാദിപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശും 10 വാദിപ്രതിഭകളും ചേർന്ന് 1.5 മണിക്കൂർ നീണ്ട തായമ്പക ഒരുക്കിയത്. കാണികൾ ആവേശത്തോടെയാണ് വാദിവിസ്മയം ആസ്വദിച്ചത്. ചടങ്ങിൽ ഗുരുവായൂർ ജയപ്രകാശിനെ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉപഹാരവും മാധ്യമപ്രവർത്തകനും വാദ്യ കുടുംബാംഗവുമായ കല്ലൂർ ഉണ്ണികൃഷ്ണൻ പൊന്നാടയും അണിയിച്ച് ആദരിച്ചു. ശ്രീകൃഷ്ണഭവൻ സാരഥി OKR മണികണ്ഠൻ, നഗരസഭാ കൌൺസിലർ CS സൂരജ്, ബാലൻ വാറനാട്ട്, VS നവനീത്, OK ഉണ്ണി എന്നിവർ സംസാരിച്ചു. വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, ചുറ്റുവിളക്ക്, വാദ്യവിദ്വാൻ അനീഷ് നമ്പീശന്റെ നേതൃത്വത്തിൽ മേളം, ക്ഷേത്രത്തിനകത്ത് തായമ്പകയും ഉണ്ടാകും.
ചൂണ്ടൽ പയ്യൂർക്കാവിൽ നവരാത്രിയോടനുബന്ധിച്ച് ആനപ്പാറ ബ്രദേഴ്സ് നാദസ്വര ടീം പുതിയ സീസൺ ആരംഭം കുറിച്ചു. വിജയദശമി ദിനത്തിൽ പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യൂർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ ദീപാരാധനാ സമയത്ത് കീർത്തനം വായിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. തുടർന്ന് 2.5 മണിക്കൂർ ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും വായിച്ചതിനു ശേഷം ഗണപതി കീർത്തനത്തോടെ പുതിയ സീസണ് ആരംഭം കുറിച്ചു. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് നാദസ്വര ടീമിനെ ആദരിച്ചു. അഖില കേരള ഫെസ്റ്റിവൽ ഫാൻസ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളായ കെ സുരേഷ് കൃഷ്ണ, കെ ജയരാജ്, കണ്ണൻ ഒല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ CV പ്രജനീഷ്, ടി രാജു, M രാധാകൃഷ്ണൻ, PU പ്രസാദ്, ക്ഷേത്രം ഭാരവാഹികളായ P സുധാകരൻ, C സജീവ്, P ബൈജു തുടങ്ങിയവരും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. അസ്ലബാഗ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് കുന്നംകുളം മദ്രസയുടെ 15ാം വാർഷികാഘോഷം നടന്നു. കാഴ്ചപരിമിതരായ സഹോദരങ്ങളുടെ ആത്മീയവും ബൗദ്ധികവുമായ ഉന്നമനത്തിനായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അസ്ലബാഗ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാഴ്ചയില്ലാത്തവർക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്ന ഈ പ്രസ്ഥാനം 2011 മുതൽ കുന്നംകുളത്തും സജീവമാണ്. നിരവധി പേർക്ക് അറിവ് പകർന്നു നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്ഥാപനത്തിന്റെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സമ്മേളനം സൊസൈറ്റി രക്ഷാധികാരി കൂടിയായ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ E.T. മുഹമ്മദ് ബഷീർ MP അധ്യക്ഷനായി. ടൗൺ സുന്നി ജുമാ മസ്ജിദ് പ്രസിഡന്റ് E.P. കമറുദ്ദീൻ, കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, അസബാഗ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് P.A. കരീം മാസ്റ്റർ, ജനറൽ കൺവീനർ P.V. ഹസൻ സിദ്ദിഖ്, സംസ്ഥാന ട്രഷറർ ഡോക്ടർ കോയക്കുട്ടി ഫാറൂഖ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മയിൽ പള്ളിക്കൽ ബസാർ, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100-ലധികം കാഴ്ചപരിമിതിയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇയാൾ ശ്രീ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിൽ വിജയദശമി ദിനം ആഘോഷിച്ചു. യുവകവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ലീന ബാബു, സെക്രട്ടറി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക പുഞ്ചിരി ദിനം ആഘോഷിച്ചു. ചിത്രകാരനായ ഹാർവി ബോളാണ് 1999 ലോക പുഞ്ചിരി ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അറിയാവുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരേയൊരു ഭാഷയാണ് പുഞ്ചിരി. പുഞ്ചിരിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരാനും ഈ ദിനാഘോഷം സഹായകരമാകുമെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. പുഞ്ചിരി ദിനാഘോഷത്തോടനുബന്ധിച്ച് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ CN സാവിത്രി, PS മേഘ്ന, UV ജാലി, CL ലിഷ, VA നിത്യ എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാവിനെ അഭിമാനത്തോടെ സ്മരിച്ച നാട്. സ്വജീവിതം കൊണ്ട് സത്യത്തിന്റെയും അഹിംസയുടെയും സർവ്വനന്മകളുടെയും സന്ദേശവാഹകനായി ലോകത്തിനു മുന്നിൽ സ്വയം അടയാളപ്പെടുത്തിയ ഗാന്ധിജിയുടെ ജന്മദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നാട് ആഘോഷിച്ചു. വിശദാംശങ്ങളിലേക്ക്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ NSS യൂണിറ്റ് 137ന്റെ നേതൃത്വത്തിൽ കോളേജ് മൈതാനം മുതൽ പെരുമ്പിലാവ് ടൗൺ വരെ റാലി നടത്തി. തുടർന്ന് പെരുമ്പിലാവ് ജംഗ്ഷനിൽ വിദ്യാർത്ഥിനികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ അഷിത, വളണ്ടിയർമാരായ ആയിഷ ഹന്ന, ഹിബ ഷെറിൻ, നിഹ്മ എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ 156ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K ഇന്ദിര നിർവഹിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സുരേഷ് കുമാർ ഗാന്ധി സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ്, N സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ M സുധീർ, N ജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ മനാഫ്, P സജീഷ്, റൈറ്റർ PC ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൃക്ഷത്തൈയും ബ്രോഷറും കൈമാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്ത് 19ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പുലോത്ത്, മഹിളാ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് ഷാജിദ മുസ്തഫ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നെൽസൺ, കമ്മിറ്റി ഭാരവാഹികളായ അനൂപ് പനക്കൽ, ഷാജൻ മാറൂക്കി, ഷിഹാസ് പുതുവീട്ടിൽ, ടോമി, ബിനു, ദാസൻ, ജോബ് തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി, കുന്നംകുളം ഗുരുവായൂർ മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ നടന്ന സദസ്സ് KPG സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സാഹിത്യകാരനുമായ ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. KPJD ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശശി വാറനാട്ട്, KPGയുടെ ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധി ദർശൻ പ്രവർത്തകർ ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധി ജയന്തി ആചരണം മുനിസിപ്പൽ കൗൺസിലർ VK സുജിത് പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ മാസ്റ്റർ ദീപാദത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ MA അംജിസ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ജിയാഷ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 40 NSS സ്വയം സേവകരും റെയിൽവേ ജീവനക്കാരും RPF ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. തുടർന്ന് ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. അക്കിക്കാവ് സെന്ററിൽ നടത്തിയ ഐക്യദാർഢ്യ സദസ്സ് DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വാസു കോട്ടോൽ, സ്വപ്ന രാമചന്ദ്രൻ, NK അലി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ്, മിഷ സെബാസ്റ്റ്യൻ, ഫ്രെഡി, ഷറഫു പന്നിത്തടം, നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ. ചാവക്കാട് നഗരസഭയുടെ മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക വനിതാ മന്ദിരം കെട്ടിടത്തിൽ ശുചിമുറി മാലിന്യം കെട്ടിക്കിടക്കുന്നതായി പരാതി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിൽ പ്രദേശവാസികൾ. കുന്നംകുളം നഗരസഭയെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന IRTCയുമായുള്ള കരാർ 1 വർഷത്തേക്ക് പുതുക്കി. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പിനെ തുടർന്ന് വോട്ടിനിട്ടാണ് ഇത് സംബന്ധിച്ച അജണ്ട നഗരസഭാ കൌൺസിൽ യോഗം അംഗീകരിച്ചത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അഞ്ചുകണ്ണി റോഡിന്റെയും നെല്ലുവായ് പതിയാരം കുന്നത്തേരി തടയണയുടെയും ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്.